കേരളത്തിന്റെ സ്വന്തം കുടുംബശ്രീ ഇന്ന് ലോകത്തിന് മാതൃകയായ പ്രസ്ഥാനമാണ്. കുടുംബശ്രീയുടെ കണ്ണെത്താത്ത ഒരു മേഖലയുമില്ല. അത്രമേൽ മലയാളികളോട് ചേർന്ന് നിൽക്കുന്ന മുഖശ്രീയാണ് ഈ ലോകോത്തര മാതൃക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഇതിനു പകരം വയ്ക്കാൻ മറ്റൊരു കൂട്ടായ്മയില്ല. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, മാലിന്യ സംസ്കരണം, ശുചീകരണം, നിർമ്മാണ മേഖലകളിലെ ഇടപെടൽ തുടങ്ങി കാലം ആവശ്യപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇതിനോടകം തന്നെ കുടുംബശ്രീ അതിന്റെ ബ്രാൻഡ് നെയിം പതിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓണം വിപണന ആഘോഷം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിനും പതിവ് പോലെ മലയാളിക്ക് ഓണമുണ്ണാനുള്ള എല്ലാ ഒരുക്കങ്ങളോടും കൂടി കുടുംബശ്രീയുടെ സ്റ്റാളുകൾ വിപുലമാണ്. 2000-ലധികം ഓണച്ചന്തകളുമായി നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് ഈ വർഷവും കുടുംബശ്രീ തന്നെയാണ് മുന്നിൽ. കുടുംബശ്രീയുടെ സംസ്ഥാനതല വിപണന മേള ഇത്തവണ നടക്കുന്നത് പത്തനംതിട്ടയിലാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച വനിതാ സംരംഭകരെയാണ് ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. 24 സ്റ്റാളുകളിലായി വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രദർശനവും വിപണനവുമാണ് സംഘടിപ്പിച്ചത്. വിപണന മേഖലയിലെ ഏറ്റവും ആകർഷണീയമായ ഇനങ്ങൾ 100 കൂട്ടം അച്ചാറുകളുടെ സ്റ്റാളുകളാണ്. അതുപോലെ തന്നെ വാഴപ്പഴത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച 100-ലധികം ഉൽപ്പന്നങ്ങളും പ്രീമിയം കൊടുമൺ റൈസും എല്ലാം മേളയെ സജീവമാക്കുന്നു. സംസ്ഥാന വിപണന മേളയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മന്ത്രി വീണ ജോർജാണ് അധ്യക്ഷത വഹിച്ചത്. പത്ത് മുതൽ 14 വരെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു വരുന്നുണ്ട്. ആദ്യത്തെ ദിവസം സംരംഭകത്വ വികസനമാണ് വിഷയം. സെമിനാറിന് ശേഷം വിവിധ ജില്ലകളിലെ മികച്ച സംരംഭകരെ ആദരിച്ചു. രണ്ടാമത്തെ ദിവസം കാർഷിക മേഖലയിലെ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട സെമിനാറിനൊപ്പം ഏറ്റവും മികച്ച കർഷകരെയും മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ആദരിച്ചു. മൂന്നാമത്തെ ദിവസം ആരോഗ്യവും ലിംഗപദവിയും എന്ന വിഷയത്തിലെ സെമിനാറിനൊപ്പം വ്യത്യസ്ത മേഖലയിലെ കഴിവ് തെളിയിച്ച വനിതാ രത്നങ്ങളെ ആദരിക്കുന്നു. നാലാമത്തെ ദിവസം മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ഹരിതകർമ്മ സേനയ്ക്ക് ആവശ്യമായ സംരംഭകത്വ വികസന സെമിനാർ നടത്തുകയും ഒപ്പം ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്യും. 25 വർഷം മുൻപേ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച കുടുംബശ്രീ എന്ന പദ്ധതി ഇന്ന് വൻകിട സംരംഭങ്ങൾ ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ബഹുരാഷ്ട്ര കുത്തകകളോട് പോലും മത്സരിക്കുന്ന തലത്തിൽ വളരുകയും ചെയ്തിരിക്കുന്നു. സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തുടങ്ങി എല്ലാ ലക്ഷ്യങ്ങളെയും വിജയത്തിലെത്തിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.